യൂണിയൻ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ യു മൊബൈൽ ആപ്പ് വഴി യൂണിയൻ ബാങ്കിൻ്റെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത PDF ഫയലിൽ നിന്നും പാസ്വേഡ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള യൂണിയൻ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ യു മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നതിനുള്ള MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഓപ്പൺ ആകുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഇവിടെ ഇൻ്റർഫേസ് കാണുന്നത്. നമുക്ക് സ്ഥിരമായി കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആദ്യം തന്നെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ അക്കൗണ്ട് ബാലൻസിൻ്റെ അടുത്തായിട്ട് വലത് സൈഡ് ഒരു റൈറ്റ് ആരോ നമുക്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് റെഡ് കളറിൽ സെലക്ട് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യ ഇടപാടുകളുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് അതുവഴി കാണാം. അതിനുശേഷം അതിന് തൊട്ടടുത്തായിട്ടുള്ള ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഏറ്റവും അവസാനത്തെ മാസത്തെ ഇടപാട് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ 6 മാസം വേണം, 6 മാസം, ലാസ്റ്റ് 3 മന്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇഷ്ടമുള്ള ഡേറ്റ്, അതാണ് കസ്റ്റം ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് എന്നുള്ളിടത്ത് നമുക്ക് എന്ന് മുതലുള്ളതാണോ വേണ്ടത്, അതിനുശേഷം എന്ന് വരെ എന്നുള്ളതിന് സെലക്ട് ചെയ്തിട്ട് ഗോ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ ലാസ്റ്റ് മന്ത് മാത്രം കൊടുക്കുന്നു. അതിനുശേഷം ഏറ്റവും താഴെ നമുക്ക് ഇമെയിലിലേക്ക് വേണമെങ്കിൽ അയച്ചു തരും. അല്ല എങ്കിൽ PDF ഡൗൺലോഡ്, ഞാനിവിടെ ഇപ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. PDF ഡൗൺലോഡ് എന്ന് പറയുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം, അതായത് ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ഈ PDF ആയിട്ട് നമുക്ക് അയച്ചു തരുന്ന നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും. ഈ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരവും നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മാസവും ദിവസവുമാണ്. വളരെ കൃത്യമായി അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കൺഫേം എന്ന് പറഞ്ഞ് നമുക്ക് ഗ്രീനിൽ നമുക്ക് എഴുതിയിരിക്കുന്ന കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺഫേം എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗെറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണാം. അതായത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുകയാണ്. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓക്കെ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അതായത് നമ്മുടെ ഫോൺ മെമ്മറിയിലായിരിക്കും ഇത് ഡൗൺലോഡ് ആയത്. ഇനി നമുക്ക് കൺഫേം അടിച്ചതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ലോഗൗട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. ഇനി നമ്മുടെ ഫോണിലെ ഫോൺ മെമ്മറിയിലേക്ക് പോകാം. അതായത് നമ്മുടെ ഫയൽ മാനേജർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും. ചിലരുടെ ഫോണിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. അതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ്സ് കാണാം. അല്ല എങ്കിൽ ഡൗൺലോഡ്സിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും PDF വ്യൂവർ ഉപയോഗിച്ചിട്ട് ഈ ഫയൽ ഓപ്പൺ ആവും. അപ്പോൾ നമുക്കവിടെ കാണാം പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരങ്ങളും അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മാസവും ദിവസവും നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ എന്ന് നമുക്കവിടെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ കാണാം വളരെ സിമ്പിളായിട്ട് വളരെ ഈസിയായി ഇതാ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പാസ്വേഡ് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അപ്ലോഡ് ചെയ്യേണ്ടതിന് അതിനിവിടെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണാം വലത് സൈഡ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രിൻ്റ് എന്ന് പറയുന്നതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മുകളിലായിട്ട് ഒരു ഡൗൺ ആരോ നമുക്കവിടെ കാണാം. അതായത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഒരു ഡൗൺ ആരോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ PDF എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. PDF എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ഫയൽ മാനേജറിൽ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കത് കാണിക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഫോൾഡറിൽ നമുക്ക് സേവ് ചെയ്യുന്നതിനാണെങ്കിൽ വേണമെങ്കിൽ ആ ഫോൾഡർ സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് താഴെ സേവ് എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്ക് മെയിൻ ഫോൾഡറിൽ തന്നെ അത് വരുന്നതായിരിക്കും. ഞാനിവിടെ വെറും സേവ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്ക് ബട്ടൺ എടുത്തിട്ട് നമുക്ക് വീണ്ടും ഫയൽ മാനേജറിലേക്ക് പോകാം.
നമ്മളിവിടെ മെയിനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ് നമ്മുടെ ഫോൺ മെമ്മറി എടുക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണോ ഫയൽ സേവ് ചെയ്ത് അവിടെ കാണാം. ഇവിടെ ഏറ്റവും ലാസ്റ്റാണ് സേവ് ആവുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പാസ്വേഡ് ഇല്ലാതെ PDF ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് PDF ഡൗൺലോഡ് ചെയ്യുകയും പാസ്വേഡ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്.